കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്താ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്റെ പ്രഭയ്ക്ക് ഇത്ര വലിയ മാറ്റോ? മാറണ്ടേ? വാക്ക് തന്നവളല്ലേ ഞാൻ. 12 വർഷം എനിക്ക് വേണ്ടി കാത്തിരുന്നതല്ലേ. വെറുപ്പ് കാണിച്ചിട്ടുണ്ട് ഇന്ന് വരെ. അതൊക്കെ വ്രതം മുടങ്ങാതിരിക്കാൻ മാത്രം. സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അനന്തേട്ടൻ തിരിച്ച് സ്നേഹിച്ചാൽ? ഞാനൊരു പെണ്ണല്ലേ. മനസ്സൊന്ന് പതറാൻ ഒരു ഞൊടി പോരെ. ഇപ്പൊ ഞാൻ സ്വതന്ത്രയായിരിക്കുന്നു. മതിവരുവോളം സ്നേഹിക്കാം. അനന്തേട്ടന്റെ പെണ്ണ ഞാനിന്ന്. ഒടുവിൽ എന്റെ പ്രഭയെ എനിക്ക് കിട്ടി. പറയ്, ഞാൻ എന്താ ചെയ്യണ്ടേ? നാടും നാട്ടുകാരും അറിഞ്ഞുള്ള മംഗല്യം അനന്തേട്ടന്റെ ഇഷ്ടത്തിനൊത്ത് നിശ്ചയിച്ചോളൂ. ഇന്ന് 7ാം യാമം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സമയം തീരും. പിന്നെ ഒരു നിമിഷം പോലും കാത്തിരിക്കാനാവില്ല എനിക്ക്. അന്നേരം അനന്തേട്ടൻ എന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തണം. എന്താ വിശ്വാസം വരുന്നില്ലേ? അനന്തേട്ടൻ ഭഗവതി കാവിന് മുൻപിൽ അന്നേരം വന്നോളൂ. ഉത്സവം തീർന്ന് ആളൊഴിഞ്ഞ ഭഗവതി കാവിൽ വെച്ച് എന്റെ കഴുത്തിൽ അനന്തേട്ടന്റെ താലി വീഴണം. പിന്നെ പിന്നെ നാടും നാട്ടുകാരും പ്രഭയെ എനിക്ക് കിട്ടില്ലെന്ന് അടക്കം പുറം ചൊടിപ്പിച്ചപ്പോ സൂര്യൻകാട്ടും മനക്കിയൂറ്റും ലക്ഷ്മണരേഖ വരച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ അനന്തൻ. അതൊക്കെ ഉള്ളിൽ വെച്ച് എന്നെ വെറുക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. ഈ ഉള്ളിലുപ്പനുള്ള സ്നേഹം മാത്രം മനസ്സിലായി. വരൂ അനന്തൻ. ഇന്ന് അനന്തന്റെ സ്വപ്ന മുഹൂർത്ത. കാത്തിരുന്ന നിധി കയ്യിലെത്തുന്ന ദിവസം. പ്രഭ ഭഗവതി കാവിലെത്തിക്കാണും. ഇനി നാഴികകൾ മാത്രം ബാക്കി. ചക്രപാണി ബന്ധിച്ചു വെച്ച ബലിക്കല്ലിപ്പോ സൂര്യൻകാട്ട് മനയുടെ പൂജാപീഠത്തിൽ. പകരം ഈ അപ്പൻ കൊത്തിയ വെറും കരിങ്കല്ലേ ഭഗവതി കാവില്. പൂജാമുറിയിലെ ബലിക്കല്ലിൽ നിന്നും മൂർത്തിയെ ഇറക്കി വിടണം. അപ്പന്റെ തിരുനെറ്റിയിലെ ചുടുചോര ഒഴുക്കി വേണം വിളിക്കാൻ. അതോടെ സ്വയം പ്രഭ ശക്തി സ്വരൂപിണിയാവും. പൂജാവിധികളും മന്ത്രധ്വനികളും നിറഞ്ഞ അവളുടെ ശിഷ്ട ജീവിതത്തിന് ഇനി ഏട്ടത്തി വേണം കാവല്. ബലിക്കല്ലിൽ ചുവന്ന പൂക്കളായി ഞാൻ എന്റെ ചോര ഒഴുക്കും. നല്ല വാർത്ത കേൾക്കാൻ കാവലുണ്ടാവുന്ന എന്റെ കുട്ടിയോട് പറഞ്ഞ് യാത്രയാക്കിയിട്ട് അത് അവളുടെ മനസ്സിളകാതിരിക്കാൻ. തിരിച്ചു വരുന്ന അവൾ ധീരയായിരിക്കും. അപ്പനല്ല കുരുതി നടത്തേണ്ടത് ഞാനാ. ഏട്ടത്തി, മന്ത്രവും തന്ത്രവും പൂജാവിധികളും അറിയാത്ത ഉരകജീവിയായി ഞാനല്ല. അപ്പന അവൾക്ക് കാവലാവേണ്ടത്. സ്വന്തം ജീവിതം ത്യജിച്ച് അവളിൽ ശക്തി രൂപപ്പെടുത്തിയ നീയാ പടക്കുറുപ്പിനെ പോലെ അവൾക്ക് കാവലാവേണ്ടത്. ബലിക്കള ഒരുങ്ങട്ടെ, രക്തക്കുരുതി നടക്കട്ടെ. പെറ്റമ്മയുടെ ആത്മഹുതിയിൽ എന്റെ മോൾ ശക്തി സ്വരൂപിണിയാവട്ടെ. ഹിമബിന്ദുക്കൾ ചുംബിച്ചിൻ തൂവൽ വീൽ മാറും നീതി പോലെ നീരന്മാരിൽ പ്രതിരാഗങ്ങൾ മൂളും മദഭൃംഗം പോലെ കേളിപ്പൂ എന്നെ നീലാളിക്കില്ലേ. രോമാഞ്ചത്താലം ഞാനല്ലേ മുന്നിൽ പെൺപൂവിൻ പൂത്താലം ചോദിക്കില്ലേ. ശൃംഗാരം നെഞ്ചിൽ കനലാടും പോലെ എന്നെ നിൻ പൂവമ്പാൽ മേടിക്കില്ലേ. ഹിമബിന്ദുക്കൾ
ചുടുമുറ്റത്തിൽ സമ്മാനങ്ങൾ ചൂടിക്കേ മഷ്യക്കണ്ണിൽ അഴകോ അരവിന്ദം പോലെ കുളിരുന്മാനം തോരാതെ നീ നിൽക്കേ സമ്മോഹന ശൃംഗം നിൻ താഴ്വാരം ഞാൻ പൂക്കില്ലേ പൂക്കില്ലേ ഹിമബിന്ദുക്കൾ ചുംബിച്ചിൻ തൂവൽ നീയിൽ മാറൻ നീതേ പോലെ നിറമാറിൽ താപത്താൽ എത്തിട്ടും മഞ്ഞോ മാറ്റാൻ ചുടുസേരത്തിൽ നീരാട്ടിൽ നാം ഒന്നാവില്ലേ ഹംസപ്പെണ്ണിനരികെ ഇടഹംസം പോലെ രസലാസ്യത്തിൽ കള്ളോളം നീയാകില്ലേ ആലസ്യത്തിലുള്ള രാവെന്നും നമ്മെ കൊല്ലില്ലേ കൊല്ലില്ലേ ഹിമബിന്ദുക്കൾ ചുംബിച്ചിൻ തൂവൽ നീയിൽ മാറൻ നീതേ പോലെ നിറമാറിൽ രതിരാഗങ്ങൾ മൂടും മദഭൃംഗം പോലെ കേളിപ്പൂ എന്നെ നീലാടിക്കില്ലേ രോമാഞ്ചത്താലം ഞാനല്ലേ മുന്നിൽ പെൺപൂവൻ പൂത്താലം ചോദിക്കില്ലേ ശൃംഗാരം നെഞ്ചിൽ കനലാടും പോലെ എന്നെ നിൻ പൂവങ്കാൽ വീഴ്ത്തില്ലേ ശത്രുവിന്റെ നാശത്തിന് പെറ്റമ്മ ബലിയായി. സ്വന്തം മകളുടെ നന്മയ്ക്ക് അത്രയേ കരുതേണ്ടു. നീ ഇപ്പോ ആ പഴയ പെണ്ണല്ല. പുറം ലോകം നിനക്ക് നിഷിദ്ധം. പ്രഭേ, ചെറിയച്ച എനിക്ക് ജോയിൻ ചെയ്യാനുള്ള അത് ഓർഡർ നീ മറന്നേക്ക്. ഇനി നീ വേണ്ടത് നിന്റെ ഉള്ളിലെ ഉപാസനാമൂർത്തിക്ക് വേണ്ടത് നൽകുക, അത്ര തന്നെ. നിന്നിലെ മനുഷ്യാവസ്ഥകൾ ഇല്ലാതാക്കി സർവശക്തി ആവുക. എന്റെ മോള് സർവശക്തി നേടണം. അത് മാത്രമാവണം ലക്ഷ്യം. എനിക്കാവില്ല ഇനി ഇവിടെ അടച്ചു പൂട്ടി കിടക്കാൻ. എനിക്ക് കോളേജിൽ പോണം. തർക്കുത്തരം പറയാ? നീ ഒരിടത്തും പോണില്ല. പോണം. പോണ്ടെന്നാ പറഞ്ഞേ. പോണം.